അപ്പോഴേ നമുക്കിന്ന് എല്ല് കറി വെക്കാം കേട്ടോ. അതായത് ഇത് എല്ല് കൂട്ടിയുള്ള കുറച്ച് മാംസമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ 2-3 ട്രിപ്പ് ഞാൻ കഴുകിയായിരുന്നു കേട്ടോ. അതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ. അതിന് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഇനി നമ്മൾ മുളക് പൊടി ഒരു 3 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ നമുക്ക് 3 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ നമുക്ക് മസാല ചേർക്കണം കേട്ടോ. നമ്മൾ പൊടിച്ച മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊരു 2-2.5 സ്പൂണോളം മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണേ. ഉപ്പും കൂടെ ചേർത്ത് ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുകയാണേ. വേവിക്കാനായിട്ട് വെക്കുകയെന്ന് പറഞ്ഞാൽ ഒരു 2 വിസിൽ കഴിയുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്യും. എന്നിട്ട് നമ്മൾ മസാലകളെല്ലാം ചേർത്ത് വീണ്ടും നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടാണ് പിന്നെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അത്രയും മതിയാകും. ഒത്തിരി അങ്ങ് 3-4 വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ അത് വെന്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടിട്ടാണ് 2 വിസിൽ മാത്രമേ അടുപ്പിക്കുകയുള്ളൂ. ഇനി നമ്മൾ അതിനകത്തേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള കുനുകുനാന്ന് അരിയേണ്ടതുണ്ട്. അതുകൊണ്ടിട്ട് ഞാനിതാ ഇങ്ങനെ ഈ ഒരു സംഭവത്തിനകത്ത് ഇട്ടിട്ടാണ് അരിയുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ചെറിയ പീസായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മുടെ സവാള അരിയുമ്പോഴത്തേനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ 2 വിസിൽ വന്നപ്പോൾ തന്നെ അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സവാള എല്ലാം വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് വീണ്ടും കുറച്ചും കൂടെ അളവിൽ തന്നെ മസാലകൾ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ 3 സ്പൂൺ വെച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് മാത്രമേ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ മസാലയിലേക്ക് വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ എടുത്ത് താത്ത് വെക്കണം. എന്നിട്ടുണ്ടല്ലോ ഈ ബ്രെഡും കൂട്ടി അങ്ങ് കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് വരുന്നതാണേ. അപ്പോൾ ഞാൻ എന്തായാലും ബ്രെഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡാണ്. അപ്പോൾ സൺഡേയിൽ ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും